ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നത് മത്തി കൊണ്ടുള്ള പീര വറ്റിച്ചത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നമുക്ക് മത്തി കൊണ്ടുള്ള പീര വറ്റിച്ചത് കാണുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അത് പീര ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മത്തിപ്പീര. ചെറിയ മത്തി കൊണ്ട് പീര ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, പുളി പിഴിഞ്ഞെടുത്തത്. മത്തി നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. ഇനി നമുക്ക് മത്തിപ്പീര തയ്യാറാക്കുന്നതിൻ്റെ അരപ്പും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മത്തിപ്പീര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ്. ഇനി ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കും. ഈ അരപ്പിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. പാകമായതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർക്കണം. ഇതിൽ കുറച്ച് ഉലുവപ്പൊടി, നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കൂട്ടിൻ്റെ, അതായത് ഈ അരപ്പില്ലേ, അരച്ച് വെച്ച ഈ അരപ്പിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻ്റൊക്കെ ഇടണേ. കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങൾ ചെയ്യുന്ന പാചകങ്ങൾ ഏതൊക്കെയാണ്, ആ രീതിയിലുള്ളതൊക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, തെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പാചകങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് എനിക്കും പറഞ്ഞു തരണേ. ഞാൻ എനിക്കറിയുന്ന പോലെ തന്നെയാണ്, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പോലെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഈ അരപ്പിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതൊരു എണ്ണയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കും.
ഇതിൻ്റെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കും. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളിയുടെ കുറച്ചേ ഒഴിക്കാൻ പാടുള്ളേ. ഇനിയാണ് നമുക്കിതിൽ നമ്മുടെ മത്തി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിതിൽ നന്നായിട്ട് കഴുകിയെടുത്ത് കാണിച്ചതല്ലേ, ഈ മത്തി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചെറിയ മത്തിയാണ് കിട്ടിയത്. മത്തിപ്പീര ഉണ്ടാക്കാൻ ഈ മത്തിയാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഈ അരപ്പെല്ലാം മത്തിയിൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, മത്തിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൽ കുറച്ചിട്ട് കൊടുക്കും. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നടക്കും. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തേ. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണേ. ഇതിൻ്റെ പുറത്ത് ബാക്കി വന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെക്കാം. വീണ്ടും നമുക്ക് ഓരോ ഭാഗമായിട്ട് ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ വശവും മറച്ചും തിരിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ മറിച്ചിടുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് മറിച്ചിടുമ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാൻ പാടില്ല. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. പൊടിയാത്ത രീതിയിൽ മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇത് നന്നായിട്ട് പാകമായി വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്ത് ലാസ്റ്റ് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ ഒഴിച്ച് വേണം ഇത് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം പാകമായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ കൂട്ടുകാരെ, ഞാൻ മത്തിപ്പീര റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതാ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ പറയുകയാണേ. എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഞാനിത് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും എടുത്ത് കഴിച്ചോളൂ. ഞാനിതിൻ്റെ കൂടെ
ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇതിൻ്റെ കൂടെ ചോറും ചപ്പാത്തിയും എല്ലാം കഴിക്കാൻ പറ്റുമേ. ഞാനിതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. കഴിച്ച് കാണിച്ചത് ഇത് കണ്ടോ, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇങ്ങനെ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. എനിക്ക് നിങ്ങൾക്ക് തരാത്തതുകൊണ്ട് വിഷമം തോന്നുന്നു. നിങ്ങളെല്ലാം കഴിച്ചോളൂ. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരാവേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രം ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാറുണ്ടല്ലേ. അതെന്തെന്നറിയോ, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ മാത്രം ഇങ്ങനെ കഴിച്ചിട്ട് പറയുമ്പോഴേ എനിക്കൊരു വിഷമം നിങ്ങൾക്കൊക്കെ തരാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ചപ്പാത്തിയും കൂടെ ആയിട്ട് കഴിക്കാം. ഇതിൻ്റെ കഷ്ണം വെച്ച് ചപ്പാത്തിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ പാചകം ചെയ്യുമ്പോഴേ അതിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ നന്നായിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. ചിലർ പെട്ടെന്ന് എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് കറിയൊക്കെ വയ്ക്കുവേ, അപ്പോഴാണ് അതിന് ടേസ്റ്റൊന്നും ഇല്ലാതെ വരുന്നത്. തട്ടിക്കൂട്ട് പരിപാടി പാചകത്തിൽ ചെയ്യരുത്. പാചകത്തിന് അതിൻ്റേതായ രീതിക്ക് ചെയ്താലേ അതൊക്കെ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അതൊരു ബോറടിയായിട്ട് തോന്നുന്നല്ലേ. ബോറടിക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അടിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.